ദൈവനാമത്തിന് മഹത്വം. അപ്പോസ്തോലിക് മീഡിയ മിനിസ്ട്രിയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് 5000 പേരെ കർത്താവ് ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കുന്ന ആ ഒരു അതിശയ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 4 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ സംഭവത്തിന് അതിൻ്റേതായ വളരെ പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ നാം എന്താണ് കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? കർത്താവ് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മതിയായവനാണ്. വലിയ ദൈവമാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം അനുനിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവിലാണ് നാം അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളിലും കാണുന്നത് പല കാര്യങ്ങൾ അതിനകത്ത് കൂടുതൽ മനസ്സിലാക്കാനൊക്കും. അതായത് തിബരിയാസ് കടൽക്കരയുടെ അക്കരെ ബെത്സയിദ എന്നുള്ള സ്ഥലത്താണ് എന്ന് നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം നടന്നത്, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ശിരച്ഛേദം ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ അറിഞ്ഞ് വളരെയധികം വിഷമിച്ചു കർത്താവും ശിഷ്യന്മാരും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരൊറ്റയ്ക്ക് പോയി ഒന്ന് വിശ്രമിച്ചു കൊള്ളുവാൻ കർത്താവ് അവരോട് പറയുകയാണ്. അങ്ങനെ അവർ പുരുഷാരമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും മാറിപ്പോയി. അങ്ങനെയാണ് തിബരിയാസ് കടൽക്കരയുടെ അക്കരെ എത്തുന്നത്. എന്നാൽ ജനം കർത്താവിനെ പിന്തുടർന്നു. കാരണം കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവാനും ഉപദേശം സ്വീകരിക്കുവാനും കർത്താവിൽ നിന്ന് രോഗസൗഖ്യം ലഭിക്കുന്നതിനുമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ പിന്നാലെ അനേകം ആളുകളുണ്ടായിരുന്നു. കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നു അവരോട്. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഉച്ചനേരമൊക്കെ കഴിഞ്ഞു. പിന്നീട് എഴുതിയിരിക്കുന്നത് പകൽ കഴിയാറായി. അപ്പോൾ പകൽ കഴിയാറായപ്പോഴും ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നു, അവരൊന്നും കഴിച്ചിട്ടില്ല. അവരെ അടുത്തുള്ള ഊരുകളിലും വീടുകളിലുമൊക്കെ പോയി അവർ ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവർ റെസ്റ്റ് എടുക്കട്ടെ. അതായത് കർത്താവെ, ഇപ്പം നമുക്കും റെസ്റ്റ് എടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ കർത്താവ് അവരോട് പറയുന്നു, അവർ വിശന്നാണല്ലോ, അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അതായത് ആ കൂടി വന്ന ജനത്തിൻ്റെ വിശപ്പ് കർത്താവിന് അതൊരു പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ അവർ വിശന്ന് പോകരുത്. കർത്താവിൻ്റെ അടുത്ത് വന്നവർ അവർ നിറഞ്ഞവരായി തന്നെ പോകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, അവരെ പറഞ്ഞയക്കുക, അവരെവിടുന്നെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിക്കൊള്ളും. അപ്പം അന്ത്രയോസ് പറയുന്നുണ്ട്, കർത്താവെ, ഇവിടെ 5 അപ്പവും 2 മീനുമുണ്ട്, പക്ഷേ ഇവർക്ക് കൊടുക്കാനായിട്ട് എന്തോ ഉണ്ട്, അതൊന്നും പോരായല്ലോ. ഫിലിപ്പോസ് പറയുന്നുണ്ട്, 200 പണത്തിന് അപ്പം പോയി ഞങ്ങൾ വാങ്ങിച്ചാൽ അത് തികയുമോ? അതാണെങ്കിലും അല്പമേ കൊടുക്കാനൊക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. കർത്താവിന് ഒരു വാക്ക് ഉച്ചരിച്ച് അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കാനുള്ള പ്രാപ്തിയുള്ളതാണ്. 40 വർഷം സ്വർഗത്തിൽ നിന്നും മന്ന അയച്ചു കൊടുത്ത് ഇസ്രായേൽ മക്കളെ പരിപോഷിപ്പിച്ച കർത്താവാണ്. വെള്ളമില്ലാത്തിടത്ത് വെള്ളം സൃഷ്ടിച്ച കർത്താവാണ്. ഇനി യേശു കർത്താവായി വന്ന സമയത്ത് തന്നെ കാനാവിൽ വെള്ളം നിറച്ചു വെക്കുവാൻ പറഞ്ഞു. ആ വെള്ളത്തെ നോക്കി ആ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത കർത്താവാണ് അവിടെ നിൽക്കുന്നത്. എങ്കിൽ തന്നെയും കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിനെന്ന്. അത് കർത്താവ് ശിഷ്യന്മാരിൽ കൂടെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും കർത്താവ് ആഗ്രഹിച്ചു. തൻ്റെ പ്രവൃത്തി തനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിൽ തന്നെയും തൻ്റെ ശിഷ്യന്മാർ കൂടെയുള്ളപ്പോൾ അവരും ഈ ചുമതല ഏറ്റെടുക്കണം.
അവർക്കും അങ്ങനെ ഒരു ചിന്ത വരണം. അതായത് വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് ഉപദേശം കൊടുക്കുക, സൗഖ്യം വേണ്ടിയവർക്ക് സൗഖ്യം കൊടുക്കുക. ഇതൊക്കെയും തൻ്റെ ശിഷ്യന്മാരിൽ കൂടെ നടത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ബാലൻ്റെ കയ്യിൽ നിന്നും അത് യവത്തപ്പവും 2 മീനും കൊണ്ടുവന്ന് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. കർത്താവ് അത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അത് മുറിച്ച് ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. അത് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നാം പലപ്പോഴും ചിന്തിക്കും. അത് ഏതിനകത്ത് കളക്ട് ചെയ്തു, എവിടെ നിന്ന് അവർക്ക് കൊട്ടയൊക്കെ കിട്ടി, ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടുവോളം ഭക്ഷണം കൊടുത്തു. 5000-ഓളം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബാക്കി സ്ത്രീകളും കാണും, കുഞ്ഞുങ്ങളും കാണും. എല്ലാം കൂടെ കൂട്ടിയാലും ഒരു 15,000 മിനിമം കാണും. അവർക്കൊക്കെയും കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പക്കൽ ഉള്ളത് ശിഷ്യന്മാരിൽ കൂടെ വിതരണം ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് എന്താണ്? ദൈവീക പ്രവൃത്തികൾ നമ്മിൽ കൂടെയാണ് നടക്കേണ്ടത്. അതെത്രമാത്രം നമ്മൾ അതിനുവേണ്ടി കർത്താവിനോട് വിധേയപ്പെട്ട് നിൽക്കുമോ അത്രമാത്രം നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും കരുതുവാനും സ്നേഹിക്കുവാനും കഴിയണം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.